ഹലോ, നമ്മൾ റെഡി ആയിട്ടുണ്ട്. രാവിലെ എണീച്ച് ഇന്നലത്തെ പോലെ താമസിച്ചില്ല. ഇന്നെല്ലാം പടപട കാര്യങ്ങളെല്ലാം ഒതുക്കി എല്ലാവരും നേരത്തെ എണീച്ച് എല്ലാം സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. 6 മണിക്ക് വണ്ടി വരും. 6 മണിയായി നമ്മൾ എല്ലാം സെറ്റ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ലൈറ്റ് അണക്കിട്ട് മൊബൈൽ ഫോൺ എടുക്കട്ടെ. എനിക്ക് അബദ്ധം പറ്റി. ഇന്നലെ ഞാൻ ചാർജിനിട്ടിട്ട് സ്വിച്ച് ഇടാൻ മറന്നു. ഓക്കെ, ഇപ്പുറത്തുള്ളത് ഫോണിൻ്റെ കാര്യം. ഇതെവിടെ സ്വിച്ച്? ഓക്കെ. ആ ഹായ്. പുറത്തുനിന്ന് ഒരു കുഞ്ഞ് നിൽപ്പുണ്ട് കേട്ടോ. അത് ഡി ആണ്. ഇതിനെ നോക്കണം, ഡി ആണോ ഡായ് ആണോ. നല്ല അന്തരീക്ഷം. മഴക്കോളാണ്. കീറിയ? ഇല്ല ഇല്ല ഇല്ല. ആയോ നല്ല ഒരു കാലാവസ്ഥ കേട്ടോ. മഴക്കോളാണോ എന്താണ്? ഓടാ പറ്റി നമ്മളെ കൂടെ വരെയാണ് കേട്ടോ. വണ്ടിയുടെ അവിടെ വരെ വരും അവന്മാർ. നിനക്കെന്താ ഭാഷയൊക്കെ അറിയാ? മറുപടി പറയുന്നു അനീഷ്. അല്ല, വെട്ടിച്ചല്ലേ നോക്ക്. ആക്കിയണ്ട അനീഷ, ആക്കിയണ്ട. മറ്റേ വട്ടി നോക്കട. ഓക്കേ. മഴ പെയ്താടാ ഇന്നലെ? ചോദിച്ചപ്പോ മഴ പെയ്ത ഉള്ളതല്ലോ. നിന്നെ പോലെയല്ലേ നമ്മൾ? അല്ല അല്ല, ഒരിക്കലും അല്ല. നിനക്ക് നീളം മുടിയുണ്ട്. നല്ലൊരു വീട്. പാവം നമ്മളെ വണ്ടിച്ചേട്ടൻ രാവിലെ വന്നു കേട്ടോ. വെളുപ്പിന് വന്നു നിന്ന് പുള്ളി നമുക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഹലോ സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മൾ ലൊക്കേഷനിലെത്തിയിരിക്കുകയാണ്. ഒരു 2-3 ഉറക്കം ഉറങ്ങി. നല്ലപോലെ കിടന്നുറങ്ങില്ലേ? എന്താ നേരത്തെ തോന്നുന്നു? അയ്യോ, ഇവിടെ കോസ്റ്റ്യൂം കഴുകിയിട്ടേക്കാണ് കേട്ടോ. വേറെ എൻ്റെ പാൻറ് ലാസ്റ്റ് പാടല്ലേ? നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു പാട്ട് പാടല്ലേ? ഞാൻ പാടില്ല. മൂടുപോയി. ഇവൻ ക്യാമറ കൊണ്ടുവന്നപ്പോഴേ പറയാതെ ചായ കുടിക്കാൻ വന്ന ഇത് അയ്യോ പൊക്കിളിട്ട് കുത്തുന്നതാണ്. ചില കൊച്ചു പിള്ളേരല്ലേ കാണിക്കോളിയാ ചായ നമ്മളെ ഫുഡിന്റെ പാത്രം കൊണ്ടുവന്നില്ല. അനീഷ് ബ്രോ പൊട്ടി. എന്തിനു പറഞ്ഞു?
എല്ലാവരും അകത്തോട്ട് പോയി കേട്ടോ. എനിക്ക് ചെറിയ മേക്കപ്പും കാര്യങ്ങളും ഉണ്ട്. അതായത് എനിക്കിവിടെ ഒരു മാർക്കും പിന്നെ നെഞ്ചത്ത് ഒരു ടാറ്റും വരുന്നുണ്ട്. അപ്പോൾ അത് ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത് നമ്മളെ ഹീറോയായ സൈൻ ഷെട്ടി സാറിന് മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മേക്കപ്പ് ടീം. അപ്പോൾ അവർ ഇറങ്ങിയിട്ട് വേണം എനിക്കുള്ള പരിപാടി ഇറങ്ങാൻ. ഓക്കെ, ഫുഡ് വന്നു, അത് എല്ലാം സെറ്റ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് നമ്മളൊന്ന് കുറച്ച് നേരത്തെ തന്നെ. ഓക്കെ, ദിസ് ഈസ് കേരവൻ, ദിസ് ഈസ് ആർട്ടിസ്റ്റ്. വേഗം കട്ട് ചെയ്ത് കളയുന്നത് മേക്കപ്പ് മാൻ അന്വേന്ത്. ഇതാണ് കേരവൻ. അല്ല നിങ്ങളല്ലല്ലേ, നിങ്ങളവിടെ ഇവിടെ ഇവിടെ അതന്നെ സിനിമയിൽ ജയന്റെ അല്ല, അതിനകത്ത് മറ്റേ ഇത് കാണുന്നല്ലോ, ഇന്നലെ വരച്ചതിന്റെ അല്ലേ, അതാണോ മഷി? ജഗപ്പൊക്ക ആക്ഷൻ ഇടയ്ക്ക് പറ്റിയ പരിക്കാണ്. ഇന്നലെ നീരടിച്ച് പൊങ്ങിയിരുന്നതാണ്. ഇന്ന് അതിന്റെ മാർക്ക് അവിടെ കാണാം. നീരിപ്പോഴും ഉണ്ട്.
ശേഷം സ്ക്രീനിലാണ് തൊണ്ടയൊക്കെ അടച്ച് പോയി. അത്രയും അലറിവിളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല രീതിക്ക് ശബ്ദം പോയി. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ നിന്ന് ഇന്നല്ല നാളെ രാവിലെ നമ്മൾ ഇവിടെ നിന്ന് കയറും നേരെ വീട്ടിലോട്ട്. നമ്മൾ ഫുഡ് കഴിക്കാൻ പോട്ടെ കേട്ടോ. ഓക്കെ, ഫുഡ് അകത്താണ്. ഇല്ല, വേണ്ട പേരെടുക്കുന്നു. കലിയുണ്ട്. रोटी मुद्दे रोटी रोटी कितना एक दो 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 और क्या എന്തിട്ടിളയാ ഈ സാധനം എന്താടാ? ഏതാ സാധനം? ബുദ്ധനാ? മുത്ത്. അത് ചവയ്ക്കാതെ വിഴുങ്ങിറക്കണം ചിക്കനും കൂട്ടി. ഇതാണ് അന്ന് സാഗർ പറഞ്ഞത്. ഇതാണ് ഇവിടുത്തെ മെയിൻ ഫുഡ്. അതിലിറക്കാക്കോ നോക്ക്. അതേ ഉള്ളൂ. ഫുൾ പ്രോപ്പർട്ടി. ഹലോ, പറഞ്ഞോ. Because last fight there, pinne patches in the I think till and then we have 2 days in Bangalore. We need to break it. December നമ്മുടെ വണ്ടി വന്നു. ഞാൻ വീട്ടിൽ ചെന്നിട്ട് വീഡിയോ കോൾ ചെയ്യാം കേട്ടോ. ഇങ്ങനെയായാലും ഒരു 1.5 മണിക്കൂർ എടുക്കും ഇവിടെ നിന്ന് കേട്ടോ. വണ്ടി വന്നു. അളയാ, എനിക്കും വേണോളേ. അതല്ലേ അമ്മക്ക് സ്വന്തമായിട്ടൊക്കെ ചിന്തിക്കാനുള്ള വെയിൽ മുഖത്തടിക്കുന്നല്ലയാ, അതൊരു കുറവാണ്. ഒന്നുമില്ല. എടാ അത് കൊടുക്കില്ല. പറഞ്ഞിട്ട് രാവിലെ എന്തെങ്കിലും ഉറങ്ങിപ്പോയിരുന്നേ പിടിക്കാം. ഓ, ഇപ്പൊ നല്ല വെയിലായി. അത് നല്ല കൊള്ളാമെന്നാ. അത് हमारा गाड़ी नहीं बोला है, उसको फोन कर। उडुपी रेलवे से
ये गाड़ी नहीं बोला है, आपको फोन कर रहे हो। Okay, bro. हाँ भाई। See you. हाँ, ഓക്കെ हैप्पी जर्नी। നിങ്ങളുടെ ഈ ക്യാമറയുടെ ഓണറായ ഈ പുള്ളിക്കാരൻ പറയുന്നത് സത്യത്തിൽ നമുക്കൊരു കോപ്പ് പറഞ്ഞിടാം. എന്നല്ല ഇങ്ങനെ പറയാൻ പാടില്ല. അതെ, ഇനി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? എനിക്കും അതെ. സംഭവാമി യുഗേ യുഗേ. വാവ്. അയാൾ എന്നെ തൊണ്ണൂറ് രൂപ. പൈസ എടുക്കുന്നുണ്ടോ? പൈസ എടുക്കുന്നു. സ്ട്രോബെറി വാങ്ങാൻ പൈസക്കാരനാ. അതെ, ഷൂട്ടിങ് കഴിഞ്ഞ് ഇവിടെ ആ ബാങ്കിൽ ഇനി പൈസ ഉണ്ടോ? നിക്കറിൻ്റെ ഇടയിൽ എടുത്ത തക്കാളി വരാ ഫുൾ ഇതുണ്ടോ? തക്കാളിയാണോ? വൈറ്റ്നസ് കൂടി കിടക്കുന്ന അത് ഇതാണ് രാത്രി എടുക്കാനുള്ള ഇത് ഇവിടുത്തെ തക്കാളി. തക്കാളി അല്ലത്, ഇത് കാക്കപ്പഴമാണ്. കാക്കപ്പഴം. അതിനെന്താ പറയുന്നത് നമ്മുടെ നാട്ടിൽ? എന്റെ നാട്ടിൽ കാക്കപ്പഴം എന്ന് പറയും. ഞാൻ കണ്ടില്ല. തക്കാളി നാട്ടിൽ ഇതിനെ മുന്തിരി എന്ന് പറയും, ഇവിടെ സീതപ്പഴം എന്ന് പറയും. ഇത് പിഞ്ചി. ഇത് തക്കാളി അല്ല, അത് കൂട്ടാണ്. സെൻസറാണ്. ഇവന്റെ സെൻസറാണ്ടേ മൊത്തം. അതുകൊണ്ട് ഇനി നേരെ ഇതിന് നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുക? ഉരുളക്കിഴങ്ങല്ല, അത് ചിക്കുവാണ്. ഇത് കിവിയോ? ആ, ഇതിന് നമ്മളെ സപ്പോർട്ടുങ്ക എന്ന് പറയും. സപ്പോർട്ട. അത് ഇടണേ കട്ട് കയറി. അത് അവിടെ പോയിരുന്ന വിശക്കും, നമുക്ക് വല്ലതും വാങ്ങിച്ച് കഴിക്കണം. കഴിക്കണേ കഴിച്ചു, നമ്മൾ കഴിച്ചു. ഇതുണ്ട്, ടിക്കൊക്കെ ഉണ്ട്. എടാ ഇതാണ് ഹോട്ടൽ, നമുക്ക് സാധനം കൊണ്ടുവരാന്ന് പറഞ്ഞ ഹോട്ടൽ ഇതാണ്. അങ്ങനെയാണ് അവിടെ നിന്ന് ഷവർമ അടിക്കുന്നത്. അടുത്ത ഹോട്ടലാണ്. എടാ പുള്ളി ആ തുറന്നു വെച്ചേക്കുന്ന സാധനം എല്ലാം ഉണ്ട്. മെനു ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ഈ ഹോട്ടലിലെ മെനു അവിടെ കൊടുത്തിട്ടുണ്ട്. അതാണ് അതാണ് മെനു എന്ന് പറഞ്ഞ മെനു. അടിച്ച് മോളിൽ കയറ്റാനുള്ളതാണ്. ആ കഥ ഐറ്റംസ് ഉണ്ട്. എന്നാ ബ്രെഡ് വല്ലതും വേണം? വിശക്കൂലല്ലേ? പിന്നെ ബാബു പൊരിക്കാൻ വല്ലതും വേണം വാങ്ങിക്കായിരുന്നു. അതാണ് ചോദിച്ചോ, കുറിക്കണമെങ്കിൽ സ്ട്രോബെറി വാങ്ങിച്ചില്ലേ? സ്ട്രോബെറി വാങ്ങിച്ച സ്ട്രോബെറി എൻ്റെ വൈഫിന്. സ്ട്രോബെറി അല്ല, അത് ഇടല്ലേ? സ്ട്രോബെറി. അത് കട്ട് ചെയ്ത് മൊത്തം കട്ട്